പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കണില്ല, പിണറായി ഇങ്ങനെ ഒരു സ്വർഗത്തിൽ വിശ്വസിക്കുന്ന കൂട്ടാണ്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ പിന്നാലെ ഉസ്താദ് പോയ അത്ര വേറെ ആരും എന്തായാലും പോയിട്ടില്ല. അതിനാൽ ആ ഗൂഢാലോചനയും ഉസ്താദിനോളം മറ്റാർക്കും അറിയാനും സാധ്യതയില്ല. ഞാനൊരു കഥ പറയാം. LDF ഗവൺമെന്റിന്റെ ആദ്യഘട്ടം ഹജ്ജ് കമ്മിറ്റിയിൽ മെമ്പറായിരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കിട്ടണം. KT ജലീലിന്റെ അടുക്കലേക്ക് അദ്ദേഹം പല പ്രാവശ്യം ശുപാർശക്കായി ആളെ അയക്കുകയാണ്. KT ജലീൽ അവരെ മടക്കി അയക്കുന്നു. ആ സമയത്തൊക്കെ ഈ പണ്ഡിതൻ വാർത്താ സമ്മേളനങ്ങളിലും മറ്റും മറ്റൊരു രൂപത്തിലാണ് സംസാരിച്ചിരുന്നത്. അത് നാസിറു സുന്നയുടെ തന്നെ മുൻ വീഡിയോയിൽ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗം കേൾപ്പിച്ചിട്ടുണ്ട്. അന്ന് സമസ്തക്ക് രാഷ്ട്രീയമില്ല, സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമ്മിന്റെ ചുവട്ടിലല്ല സമസ്തയുടെ വാല്. സമസ്ത സ്വതന്ത്രമായൊരു സംഘടനയാണ്. സമസ്തക്ക് സമസ്തയുടേതായ ലക്ഷ്യങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്. ഇവിടെ ഗവൺമെന്റുകൾ മാറി മാറി വരും. പിണറായി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഞങ്ങളുടേതല്ലാതെയുമല്ല തുടങ്ങിയ അർത്ഥത്തിലുള്ള വിശാല കാഴ്ചപ്പാടോടുകൂടെ, അതായത് സമസ്തയുടെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് ഘോരഘോരം വളരെ തന്റേടത്തോടുകൂടെ അന്ന് ആ ഉസ്താദ് സംസാരിച്ചിരുന്നു. എന്നാൽ KT ജലീൽ ആ ഉസ്താദിന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിണറായി സർക്കാർ രണ്ടാം ഘട്ടം വന്നപ്പോൾ ആ ഉസ്താദിന്റെ ഹജ്ജ് കമ്മിറ്റിയിലുള്ള മെമ്പർ സ്ഥാനം പോലും ഒഴിവായി. ആ സമയത്ത് ഉസ്താദ് അവർകൾ രണ്ടാം ഘട്ടം ഗവൺമെന്റ് വരുന്നതിന്റെ ആ സമയത്ത് V അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ അടുക്കിലേക്ക് മറ്റൊരു ശുപാർശക്ക് ആളെ അയക്കുകയാണ്. താനൊരു ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മന്ത്രിക്ക് ആ ഖുർആൻ പരിഭാഷ ഒന്ന് തരണം, അതുകൊണ്ട് എനിക്ക് മന്ത്രിയെ ഒന്ന് കാണണം. ഇതായിരുന്നു ഉസ്താദിന്റെ ആവശ്യം. അപ്പോൾ ഈ ഇടനിലക്കാരൻ മന്ത്രിയോട് ഈ വിഷയം സംസാരിക്കുന്നു. മന്ത്രി പറയുന്നു, എന്റെ കയ്യിൽ ധാരാളം ഖുർആൻ പരിഭാഷയുണ്ട്, ഖുർആനുമുണ്ട്. എന്റെ ഒഴിവിനനുസരിച്ച് ഞാനത് ഓതിക്കോളാം, വായിച്ചു പഠിച്ചോളാം. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ എനിക്ക് വേണ്ട. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയല്ല അദ്ദേഹത്തിന്റെ വിഷയം ചെയർമാൻ കസേരയാണ്. ആ കസേര തൽക്കാലം അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് ഇളിഭ്യനാക്കി വിടുകയും ചെയ്തു. അങ്ങനെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിലപ്പുറം ഇപ്പോഴൊന്നും പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഈ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ശിഷ്യഗണങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇങ്ങനെ ഒരു സംഭവത്തെ നിഷേധിക്കുകയോ ചെയ്താൽ ഇതിൽ ഇടനിലക്കാരായി നിന്ന ആളുകളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ നാസിറു സുന്ന പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോ ഇതൊന്നും സമസ്തയുടെ നേതാക്കളോട് കളിക്കണ്ട. പെരിന്തൽമണ്ണയിൽ പ്രഭാഷണം നടത്തിയവരോ ഇന്ന് നിങ്ങൾ സമസ്തയുടെ നയനിലപാടുകൾക്ക് കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ശരവൽക്കരിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 90% സമസ്തയുടെ ഖാദിമീങ്ങളും ഈ നിലപാടിലാണ് എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അടുത്ത് വൈകാതെ ബോധ്യപ്പെടും. അത് മറ്റൊരു വിഷയം. പക്ഷേ നിങ്ങളുടെ ഈ ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കുമ്പോഴും എന്റെ പൊന്നുസ്താദെ, ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗം പണ്ഡിതന്മാര്, പ്രവർത്തകർ, സാധാരണക്കാർ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, അവരാരെങ്കിലും നിങ്ങളൊക്കെ പോയതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെയും ഇടതുപക്ഷ സർക്കാരിന്റെയും പിന്നാലെ പോയിട്ടുണ്ടോ? അവരുമായി സഹകരിച്ചിട്ടുണ്ടോ? അവരെ പുകഴ്ത്തി പാടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓശാന പാടിക്കൊണ്ട് പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്ത ഒരു മിനിറ്റ് പ്രസംഗം, ഒരു വരി എഴുത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ മന്ത് മറ്റേ കാലിലാണ്. ഇത് മറക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്രഭാഷകന്റെ മറ്റൊരു വിശകലനവുമായി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.